അപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് തന്നെയാണ്. അവിടെ പുകമഞ്ഞ് രൂക്ഷമായി തന്നെ തുടരുകയാണ്. കാഴ്ചാപരിധി 10 മീറ്ററിൽ താഴെയായിട്ടുണ്ട്. പുകമഞ്ഞ് റോഡ് ഗതാഗതത്തെയും സാരമായി ബാധിക്കുകയാണ്. വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലായിട്ടുണ്ട്. ഒരു പരിഹാരം എന്നോണം സ്കൂളുകളിൽ 10,000 എയർ പ്യൂരിഫയറുകൾ വെക്കാനുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. സജു തോമസ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തന്നെയാണ് ഡൽഹിയിലെ സാഹചര്യം, നമുക്കറിയാം. നിലവിൽ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ണൊക്കെ കാണുന്നുണ്ടോ? വലിയ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ മഞ്ഞുകാലമാണ്. ഈ തണുപ്പ് സീസൺ വന്നതോടുകൂടി ഇപ്പോൾ പുകമഞ്ഞും കൂടെ രാജ്യ തലസ്ഥാനത്തെ മൂടിയിരിക്കുകയാണ്. ജനജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. കാഴ്ചപരിധി 10-ലും ഇപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതത്തെ വലിയ രീതിയിൽ തന്നെ സാരമായി ഈ അവസ്ഥ ബാധിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ വായു ഗുണനിലവാര തോതെന്ന് പറയുന്നത് 400-ന് മുകളിലേക്കാണ്. ചിലയിടങ്ങളിൽ 500-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തോതിൽ ശ്വാസതടസ്സം, അതോടൊപ്പം തന്നെ ത്വക്ക് രോഗങ്ങളടക്കമുള്ള മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ തോതിൽ ഡൽഹിയിലെ രാജ്യ തലസ്ഥാനത്ത് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ പാർലമെന്റ് വളരെ നേരത്തെ തന്നെ തുടങ്ങിയ ഉടൻ തന്നെ പാർലമെന്റും പിരിഞ്ഞു. അതായത് ഈ വിഷയം ചർച്ചയായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അമർഷമുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ വായു ഗുണനിലവാര തോതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വായു ഗുണനിലവാരം മോശം നിലയിൽ തുടരുന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള സമരങ്ങളൊക്കെയും നടന്നാണ്. പക്ഷേ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ജനങ്ങളുടെ ജീവിതം വീണ്ടും വീണ്ടും വലിയ തോതിൽ അല്ലെങ്കിൽ ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പോലും സർക്കാർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടായത് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഡൽഹി ജനത ആവശ്യപ്പെടുന്നത്. ശരി.